അപ്പോൾ ഇപ്രാവശ്യം പളനിമലയിൽ പോയി നല്ല രീതിയിൽ സ്വാമി ദർശനം കിട്ടി. പ്രപഞ്ചത്തിന് നന്ദി. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് മലയ്ക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഫോണിൻ്റെ അലൗഡ് ഇല്ല. ഫോണ് താഴെ ക്ലാക്ക് റൂമിൽ വെച്ചിട്ട് വേണം നമ്മൾ മേലേക്ക് പോകാൻ. അതുകൊണ്ട് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ കൂടെയാണ് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഭോഗർ സിദ്ധരുടെ ജീവസമാധിയുണ്ട്. തീർച്ചയായിട്ടും അതാരും മിസ് ചെയ്യരുത്. പളനിമലയ്ക്കിൽ പോയി സ്വാമി ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ പോയിരുന്നിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ധ്യാനമെടുക്കാതെ ആരും വരരുത്. സിദ്ധരുടെ ജീവസമാധിയാണത്. ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയ സിദ്ധനാണ് ഭോഗർ സിദ്ധർ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മലയ്ക്ക് പോകുമ്പോൾ, പളനിമലയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഭോഗർ സിദ്ധരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വരിക. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അവിടെ പോയിരുന്ന് 5 മിനിറ്റെങ്കിലും ധ്യാനമെടുക്കുക. ഇതാണ് എൻ്റെ ഒരു താഴ്മയായ അഭ്യർത്ഥന. എല്ലാവരുടെ ജീവിതവും നന്മയിലേക്ക് വരട്ടെ, നല്ലതായിട്ട് നടക്കട്ടെ ഈ 2026.